2024 ഡിസംബർ 30 ശ്രീനാരായണ ഗുരുദേവൻ്റെ അഷ്ടദർശനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ശിവഗിരി തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കം കുറിച്ചു. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പുറപ്പെട്ടിട്ടുള്ള തീർത്ഥാടന പദയാത്രകൾ ഇന്ന് രാത്രിയോടെ ശിവഗിരിയിൽ എത്തിച്ചേരും. തീർത്ഥാടകരെ വരവേൽക്കാനായി ചെമ്പഴന്തി ഗുരുകുലവും പ്രധാന പാതകളും പീതപതാകകൾ കൊണ്ട് അലങ്കരിച്ചു. ശിവഗിരി തീർത്ഥാടനത്തിനുള്ള ധർമ്മപതാക, കൊടിക്കയർ, ദിവ്യജ്യോതിസ്, ഗുരുദേവ വിഗ്രഹം എന്നിവയുടെ പ്രയാണം ഇന്നലെ വൈകിട്ടോടെ ശിവഗിരിയിൽ എത്തിച്ചേർന്നു. ശ്രീനാരായണ ഗുരു കോട്ടയം നാഗപടം ശിവക്ഷേത്രത്തിൽ വിശ്രമിക്കുമ്പോഴാണ് ഏതാനും ഭക്തർ അദ്ദേഹത്തെ സന്ദർശിച്ച് ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി തേടിയത്. തീർത്ഥാടനത്തിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചും അവ അനുഷ്ഠിക്കേണ്ട രീതികളെക്കുറിച്ചും ഗുരുദേവൻ വിശദീകരിച്ചു. സകല മനുഷ്യരുടെയും പുരോഗതിക്കാവശ്യമായ അഷ്ടലക്ഷ്യങ്ങളാണ് ഒരു തീർത്ഥാടനത്തിനായി നിർദ്ദേശിച്ചത്. വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി, സംഘടന, കൃഷി, കച്ചവടം, കൈത്തൊഴിൽ, സാങ്കേതിക പരിശീലനം എന്നിവയാണ് ഈ പറഞ്ഞ വിഷയങ്ങൾ. ഇവയിൽ ആഴത്തിൽ അറിവ് നേടിയവർ ശിവഗിരിയിലെത്തി തീർത്ഥാടകരുമായി തങ്ങളുടെ അറിവും ആശയ വിശദീകരണം നടത്തുകയും അത് കൈവരിക്കാനുള്ള മാർഗം പങ്കിടുകയും വേണം. അപ്രകാരം നേടുന്ന അറിവ് തീർത്ഥാടകർ തങ്ങളുടെ നാടുകളിലെത്തി ദേശവാസികൾക്ക് പകർന്നു നൽകണം. ഓരോരുത്തരും ഇങ്ങനെ പ്രവർത്തിച്ചാൽ ഗുരു വിഭാവനം ചെയ്ത ആശയത്തിലൂടെ വ്യക്തികൾക്കും സമൂഹത്തിനും നാടിനും ഒരുപോലെ പുരോഗതിയും സ്വയം പര്യാപ്തതയും കൈവരിക്കാനാകും. ശിവഗിരി തീർത്ഥാടനം അറിവിൻ്റെ തീർത്ഥാടനമായി മാറുന്നത് ഈ പശ്ചാത്തലത്തിലാണ്. തീർത്ഥാടനയാത്ര ആർഭാടവും ആഡംബരവും ഒഴിവാക്കി വിനീതമായിരിക്കണമെന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. ഗുരുവിൻ്റെ വിശ്വമാനവ ദർശനം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകളിലൂടെ ലോകം ശ്രവിച്ച പശ്ചാത്തലത്തിലാണ് ഇത്തവണത്തെ ശിവഗിരി തീർത്ഥാടനം എന്ന പ്രത്യേകതയും ഉണ്ട്. മതത്തിൻ്റെയും ദേശത്തിൻ്റെയും ഭാഷയുടെയും പേരിലുള്ള കലഹങ്ങൾ ഒഴിയണമെങ്കിൽ മനുഷ്യകുലം ഒന്നാണെന്ന ചിന്ത ശക്തമാകണം. ഭിന്നമതവിശ്വാസങ്ങൾ പുലർത്തുമ്പോഴും മതതത്വങ്ങളുടെ ആധാരം ഏകമാണെന്ന് അറിയണം. അവിടെയാണ് മതമേതായാലും മനുഷ്യർ നന്നാകണമെന്ന വചനത്തിൻ്റെ